കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. ഇത്രയും നല്ലൊരാളെ വേണ്ടെന്ന് വെക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവില്ലേ? അതറിയണ്ടേ? വേണ്ട, അതൊക്കെ തന്റെ സ്വകാര്യതയാ. അതെനിക്ക് അറിയണമെന്നില്ല. അറിയണം. എനിക്കത് പറഞ്ഞേ പറ്റൂ. കുഞ്ഞുനാളിലെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. നമ്മൾ ഈ കളിക്കൂട്ടുകാരെന്നൊക്കെ പറയില്ലേ, അതുപോലെ. കൗമാരത്തിലേക്ക് കടന്നപ്പോ കൂട്ടൊരു കൗതുകമായി. പഠിപ്പ് നിർത്തി അനിയത്തിമാരെ നോക്കി വീട്ടിലിരുന്ന എനിക്ക് ഒരാശ്വാസമായിരുന്നു അവൻ. പോകെ പോകെ ഞങ്ങൾ പരസ്പരം അടുത്തു, അറിഞ്ഞു. പരസ്പരം മനസ്സ് തുറന്നു പറയാത്ത, നിബന്ധനകളില്ലാത്ത ഒരു തരം പ്രണയം. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ ഇതാരും അറിഞ്ഞില്ല, അറിയിച്ചില്ല. അനിയത്തിമാർക്കൊക്കെ ചെറിയ സംശയം തോന്നിയെന്നല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങളത് തുറന്നു പ്രകടിപ്പിച്ചില്ല. ഞങ്ങളുടെ മനസ്സുകൾക്ക് മാത്രം അറിയാവുന്ന പ്രണയം. കാണുമ്പോഴൊക്കെ കണ്ണുകൾ കൊണ്ട് മാത്രം ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞങ്ങളുടെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളയുടെ മകൻ സുമേഷേട്ടൻ. എന്നോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാ ആള് ഗൾഫിലേക്ക് പോയത്. എനിക്ക് വേണ്ടിയാ പോയത്. നിനക്ക് വേണ്ടി കൂടി അമൃതേ ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. എന്റെ മനസ്സിൽ മുഴുവനും നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതം മാത്രമാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളില്ലേ സുമേഷേട്ടാ? പിന്നെ എന്തിനാ ഗൾഫിലേക്ക് പോകുന്നേ? ഇവിടെ കിട്ടുന്ന ശമ്പളമൊന്നും പോരാ അമൃതേ. അതുകൊണ്ട് ജീവിച്ച് പോവാന്നേ ഉള്ളൂ. എന്റെ ലക്ഷ്യം അതൊന്നുമല്ല. എത്ര അധ്വാനിച്ചിട്ടായാലും വേണ്ടില്ല, ഒരു നല്ല നിലയിലെത്തണം. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ജോലി ദുബായിലെ ഏറ്റവും നല്ലൊരു കമ്പനിയിലാണ്. ശമ്പളത്തിന് പുറമെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ പ്രോഗ്രാമിനും നല്ല ഇൻസെന്റീവാ ഓഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്, അത്രയുള്ളൂ. അതൊരു സാധാരണ ചിന്തയാണ്. പഞ്ചരത്ന ഹോട്ടലിന്റെ അപ്പുറത്തേക്കുള്ളൊരു ലോകം നിന്റെ മനസ്സിലില്ല. പക്ഷേ ഞാനങ്ങനെയല്ല. നമുക്ക് സാധാരണക്കാരെ പോലെ ജീവിച്ച പോരാ അമൃത. സർവ്വ സുഖ സൗകര്യങ്ങളോടും കൂടി വലിയ നിലയിൽ ജീവിക്കണം. എന്തുപറ്റി? നീ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? ഒന്നുമില്ല. ഇനി എന്നാ കാണാന്ന് വിചാരിക്കായിരുന്നു. കുറച്ചു വർഷങ്ങൾ. നീ വിഷമിക്കാതെ. അത് കഴിയുമ്പോ ഞാൻ വരും. നീ എന്റെ മനസ്സിലുള്ളതുകൊണ്ട് ഈ വർഷങ്ങളൊക്കെ ദിവസങ്ങൾ പോലെ കടന്നുപോകും. അത് കഴിഞ്ഞ് ഞാൻ വരും, നിന്റെ കഴുത്തിൽ അണിയിക്കാൻ ഒരു താലിയുമായിട്ട്.